അഗ്നിപർവ്വതം ഭൂമിക്കടിയിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച മെഗാ ടൺസ് ഓഫ് TNT കരുത്തുള്ള ബോംബുകൾ. ശരിക്കും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം ഭൂമിയിലെ ഓരോ ആക്റ്റീവ് വോൾക്കാനുകളെയും. മനുഷ്യന് ഇന്നേ വരെ അതിൻ്റെ സ്ഫോടനശേഷി എത്രത്തോളമാണ് എന്നുള്ളത് മുന്നേ പ്രവചിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വളരെയധികം കൂടുതലുമാണ്. ലോകത്തിൽ ഏറ്റവും അധികം ആക്റ്റീവ് അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്തോനേഷ്യ. അതുകൊണ്ട് തന്നെ അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഇവിടെ കൂടുതലുമാണ്. ഇന്നും ആക്റ്റീവായി നിൽക്കുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ മൗണ്ട് കരിഞ്ചിയുടെ താഴ്വാരത്തേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എത്തിച്ചേർന്നു. 2023 അവസാനത്തിൽ പൊട്ടിത്തെറിച്ച അവൻ്റെ അഗ്നിപർവ്വത മുഖത്തേക്ക് കയറാനൊരു അവസരം ലഭിച്ചാൽ നമ്മളത് പാഴാക്കാൻ പാടുണ്ടോ? ഓക്കെ, അപ്പം ഞങ്ങൾ ഇറങ്ങിയാണ്. ബൈ ബൈ. ഓക്കെ, കഴിഞ്ഞ ദിവസം മൗണ്ട് കരിഞ്ചിയുടെ താഴ്വാര ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു അതിന് മുകളിലേക്കൊന്ന് കയറാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്നത്. ആ ഒരു അവസരം നമ്മളെ തേടിയെത്തിയിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ് അതിനൊരു വഴി എനിക്കായി തുറന്നു തന്നത്. ഹായ്, ഐ ആം ഗുഡ്. ഹൗ ആർ യു? What is your name? Sudhi. Sudhi. My name is Budi. Budi? Yeah. Okay. Same but different. Yeah. Okay, welcome to my home. ഓക്കെ, നാളെ അതിരാവിലെ ബുദ്ധിയുടെ ഈ 2 സുഹൃത്തുക്കൾ മൗണ്ട് കരിഞ്ചിയുടെ മുകളിലേക്ക് കയറുന്നുണ്ട്. അവരോടൊപ്പം പോകാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്ക് മെസ്സേജ് കിട്ടി. അന്നേരപ്പം ബാഗും പാക്ക് ചെയ്ത് വന്നതാണ് ഞാൻ. ഇതാ ഇവിടെ വന്ന് കയറി ഇവരുടെ ബേസ് ക്യാമ്പിൽ ഇരുന്നിട്ടുണ്ടല്ലോ. നാളെ കൊണ്ടുപോകേണ്ട ഐറ്റങ്ങളുണ്ട്. എല്ലാ അവസാന നിമിഷം ചെയ്യുമെന്ന് പറയുന്നില്ല, ആ സാധനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ പോകേണ്ട ഐറ്റത്തിൻ്റെ ലിസ്റ്റാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് സെറ്റാക്കുവാണ് കേട്ടോ. മലകയറ്റത്തിന് മുൻപായി ചില ഡോക്യുമെൻറ്റുകൾ കൂടി തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. യുവർ നെയിം നന്ദ? Yeah, Nanda. ഓക്കെ, യുവർ? Fajrul. ഓക്കെ, ഞങ്ങൾ 3 പേരും പിന്നെ നമ്മളുടെ ഗൈഡും ഒക്കെയാണ് നാളെ ക്ലൈംബ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതുകയാണ്. ഇനിയിപ്പം പോയിട്ട് മെഡിക്കൽ ഹെൽത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, അതിന് നാളെ പോയി ഉണ്ടാക്കാം. പിന്നെ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ നാളെ അതിരാവിലെ പോയി നമുക്ക് വാങ്ങിയിട്ട് വേണം മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇതാ ഇന്ന് അതിരാവിലെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ക്രിഞ്ചി പോവുകയാണ്. നമ്മളുടെ മുമ്പിൽ ഇന്നലെ ഒളിച്ച് കളിക്കുന്ന ക്രിഞ്ചി ഇന്നും പൂർണ്ണമായിട്ടും പുറത്ത് വന്നിട്ടില്ല. പക്ഷേങ്കിൽ കമ്പാരിറ്റീവ്ലി ഇന്നലത്തെക്കാളും വാവ് ഇതാ ഒരു സൈഡിൽ നിന്നൊക്കെ ഫുള്ള് ഓപ്പണായി വരുന്നുണ്ട്. നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്ന് കയറിയത്. ഇനിയിപ്പം സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് സാധനങ്ങൾ തപ്പാൻ വേണ്ടത്. നൂഡിൽസ്, വി ക്യാൻ ടേക്ക്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിനി ഓക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ വാങ്ങുന്നത്. പിന്നെ മഴ നനയായിരിക്കാനുള്ള സെറ്റപ്പ്. 2 ദിവസത്തേക്കാണ് നമ്മൾ ആ ഒരു മലമുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ദിവസത്തേക്ക് വേണ്ട ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. നമ്മൾ തിരിച്ച് നടക്കുമ്പോഴത്തേക്കും നമ്മളുടെ മൗണ്ട് കരിഞ്ചി ആ ഒരു മേഘത്തിൻ്റെ പുതപ്പിനടിയിലായി കേട്ടോ. എല്ലാവരും സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകാനുള്ള തിരക്കിലാണ്. മാക്സിമം ചിലവ് ചുരുക്കിയുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോർട്ടറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മളുടേത് നമ്മൾ തന്നെ ക്യാരി ചെയ്യുന്നു. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ഈ ഒരു ബാഗ് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. ഞാൻ പിന്നെ വലിയൊരു ഈ ഒരു പ്ലാസ്റ്റിക് കവർ വാങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് ബാഗ് കയറ്റിയിട്ട് വെള്ളം ഉള്ളിൽ കയറാത്ത രീതിയിൽ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ബാക്കിയുള്ളവരുടെ കയ്യിലും ലഗേജ് കാര്യങ്ങളൊക്കെ അവരും റെഡിയാക്കി. അങ്ങനെ നമ്മൾ പോവാനായിട്ട് തയ്യാറായി. ബൈ ബൈ, സീ യു. Bye. See you after submit. Okay. What's your name? എൽഗി ഇവിടുത്തെ ഗൈഡും പോർട്ടറും ഒക്കെയാണ്. ഇന്ന് എൽഗിയുടെ ഒരു ഗ്രൂപ്പ് മല കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൽഗിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് മുകളിലേക്കുള്ള വഴി എൽഗി ഞങ്ങൾക്ക് കാണിച്ചു തരും. ഇവിടെ നിന്നുണ്ടല്ലോ ബേസ് വരെ, അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വില്ലേജ് വരെ നമുക്ക് വണ്ടിയിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം വേണം ക്ലൈംബിങ് തുടങ്ങാൻ വേണ്ടിയേ. വീണ്ടും ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞു തുടങ്ങി. നമുക്ക് മല കയറാൻ ഒട്ടും അനുയോജ്യമല്ലാത്ത ക്ലൈമറ്റാണ് മഴ. പക്ഷേങ്കിൽ മഴയും നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ ഞങ്ങൾ പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റൈസും അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ പീസുമായിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് എടുക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി. ഒരു ഗ്യാസ് കുറ്റിയൊക്കെ ഞങ്ങൾ വാങ്ങി, ചെറുത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് മൗണ്ട് കരിഞ്ചിയുടെ പ്രധാനമായിട്ടുള്ള ആ ഒരു എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അതുവഴി നമ്മൾ നേരെ മുമ്പോട്ടേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നടന്ന് ആ ഒരു ഗ്രാമങ്ങളിലോട്ടൊക്കെ പോയില്ലേ, അതെല്ലാം ഇതുവഴി തന്നെയാണ് കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ലാവാ മണ്ണിൽ ഇവിടുത്തെ ആളുകൾ പൊന്നു വിളയിച്ചേക്കുന്ന കാഴ്ച ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള സുന്ദരമായ പാതയിലൂടെ കുറച്ച് നേരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിന് അടുത്തേക്ക് എത്തിച്ചേരും. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, മേലെ കയറുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ മെഡിക്കലൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് രജിസ്റ്ററൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ പർപ്പസിനായിട്ട് നമ്മൾ വന്നിട്ടാണുള്ളത്. ചെറിയ കളിയൊന്നുമല്ല, 3.5 ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് ഇതിൻ്റെ ഫീ ഉണ്ട്, അതായത് ഇവിടുത്തെ പൈസ. മൗണ്ട് കരിഞ്ചിയുടെ കാട് ഭാഗം സംരക്ഷിത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ സ്പെഷ്യൽ പെർമിറ്റുകളും ചില നിബന്ധനകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വരെ എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റ് നമ്മൾ കൊടുക്കണം. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവരിവിടെ രാവിലത്തെ ചായൻ്റെ കൂടെ ബക്വാൻ എന്ന് പറയുന്ന ഒരു കടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോടും ഒന്ന് എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞ്. എന്തായാലും അടുത്തൊരു ബക്വാൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഏകദേശം ഉള്ളിവടയുടെ ഒക്കെ ഒരു സാധനം കണ്ടോ, തെർമക്കശി. ഓക്കെ, ഇതാണ് കേട്ടോ 3,25,000 രൂപയുടെ ടിക്കറ്റ്. നമ്മൾ ഫോറിനേഴ്സിന് അത്രയാണ് റേറ്റ് വരുന്നത്. എന്തായാലും ഇവിടുത്തെ പരിപാടിയൊക്കെ തീർത്തു നമ്മളിനിയിപ്പം പോവുകയാണ് കേട്ടോ. മൗണ്ട് കരിഞ്ചിനോടെ നമ്മൾ വരുവാണെന്ന് പറയുകയാണ്. നീ ഒളിച്ച് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ നിന്നെ കീഴടക്കിയിരിക്കും. നമ്മൾ വന്നേക്കുന്ന വണ്ടിയുണ്ടോ ഞങ്ങൾ, ദൈവമേ, ഈ വണ്ടിയുടെയൊക്കെ കോലം ഇങ്ങനെ ആയി എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ റോഡുകളൊന്നുമില്ല, ഓഫ് റോഡുകളാണ് കേട്ടോ. മഞ്ഞ് മൂടിക്കിടക്കുന്ന നമ്മളുടെ മൗണ്ട് കരിഞ്ചിയിൽ അവിടേക്ക് നീണ്ടു കിടക്കുന്ന കറുത്ത, ശരിക്കും ഇത് കറുപ്പേ ലാവാ കല്ലുകളാണ്, അല്ലാതെ ടാറിട്ടേക്കുന്നതൊന്നുമല്ല. നമുക്ക് ഓപ്പോസിറ്റായിട്ടും ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ വരുന്നുണ്ട്. ഈ പോകുന്ന വഴികൾ കൊണ്ടല്ലോ ഇരുവശത്തുമായിട്ട് നല്ല പച്ചപ്പാർന്ന കൃഷിയിടങ്ങളാണ്. അതായത് ഇവിടെ ഒരു തണുപ്പുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തണുപ്പത്ത് വളരുന്ന രീതിയിലുള്ള ക്യാബേജ്, ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ നമ്മളുടെ സ്ട്രോബെറി, അങ്ങനെ വേണ്ട എല്ലാ തരത്തിലുള്ള കൃഷികളും ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ മണ്ണ് അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് തന്നെ, പിന്നെ കാലാവസ്ഥയും അനുയോജ്യമായതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് എസ്പെഷ്യലി സുമാത്രയിലേക്ക് ഏറ്റവും അധികം പച്ചക്കറി കൃഷികൾ നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ മൗണ്ട് കരിഞ്ചിയുടെ അടിവാരത്തുള്ള ഇവിടുത്തെ ഗ്രാമങ്ങളാണ് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ പ്രകൃതിയുടെ ഓരോ വികൃതികൾ എന്നല്ല പറയുന്നത്, ശരിക്കും ഈ മനുഷ്യൻ ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ നിൽക്കുന്ന പോലെ തന്നെ പ്രകൃതി ഈ ഒരു മലയുടെ താഴെ നല്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന മണ്ണിട്ട് കൊടുത്തേക്കാണ് മനുഷ്യന്മാർക്ക്. എന്തിനാണ് അവരിവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് വേണം ഇവന് മേലെ നിന്നും അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ആ ഒരു ഇരകളെ മുഴുവൻ പിടിച്ച് വായിലാക്കാൻ വേണ്ടിയിട്ട്. എന്തായല്ലേ, തഴച്ചു വളരുന്ന സ്ട്രോബെറി പാടത്തിൻ്റെ നടുവിലൂടെ നമ്മളങ്ങനെ മൗണ്ട് കരിഞ്ചിയുടെ ആ ഒരു ബേസ് പോയിന്റിലേക്ക് എത്തി. അങ്ങ് താഴെയായിട്ട് നമ്മൾ വന്ന ആ ഒരു പട്ടണമൊക്കെ കാണാം. വന്നിറങ്ങിയ പാടെ നമ്മളുടെ ഗൈഡ് ബ്രോ ഇല്ലേ, വൻ ഡാൻസാണ് കേട്ടോ, ഫുൾ പവറായിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അയ്യോ, ഞാനുണ്ടല്ലോ 2 റെയിൻകോട്ട് വന്നിട്ടുണ്ട്. ഇത് ഹെവി റെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളത്, ഇത് ചെറിയ മഴയ്ക്കുള്ളതും കേട്ടോ. താഴെ ഉണ്ടല്ലോ തേയിലയാണെങ്കിൽ മേലെ മൊത്തം പച്ചക്കറികളാണ് കേട്ടോ. ഉള്ളിയും അതുപോലെ തന്നെ മുളകും പിന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ, സ്ട്രോബെറിയൊക്കെ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളുടെ താഴ്വാരം അങ്ങ് ദൂരെയായിട്ട് കാണാം. കണ്ടങ്ങൾ അവിടെ ആ ഒരു പച്ച വിരിച്ച് കിടക്കുന്നത് മൊത്തം നമ്മളുടെ തേയിലത്തോട്ടങ്ങളാണ്. അതിൻ്റെ താഴെ ആ ഒരു ചുമന്ന കളറിൽ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന ആ ഒരു താഴ്വാര ഭാഗമേ. ഇതാണ് കേട്ടോ ഇതിൻ്റെ കവാടം എന്ന് പറയുന്നത് ഒഫീഷ്യൽ. ഇത് എഴുതിയിട്ടുണ്ട് ഗുനുങ് കരിഞ്ചി അലൂർ പെന്താക്കിയാൻ കസിക്തുവോ. ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓരോ ആൾക്കാരെ ഗ്രൂപ്പ് വൈസ് ആയിട്ട് കൊണ്ടുവരുന്നത് കണ്ടോ. ഇത് പല സ്ഥലത്തു നിന്നുള്ള ഗ്രൂപ്പുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ വണ്ടി ഇത്ര മോശമായെന്ന് ആദ്യമേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം വരുന്ന വഴി കണ്ടില്ലേ നിങ്ങൾ, ആ വഴി കണ്ടപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് മോശമായിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇവിടെ ഉണ്ടല്ലോ കടുവയുടെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. ദൈവമേ, കടുവ ഉണ്ടെന്നാണോ അതോ സൂക്ഷിക്കണം എന്നാണോ അതോ ഇല്ലെന്നാണോ എന്തോ. നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കാണുന്നുണ്ടോ, ഇവരൊക്കെ ഗൈഡുമാർ, അതുപോലെ തന്നെ ഇവരുടെ ലഗേജൊക്കെ കൊണ്ടുപോകേണ്ട ആളുകളും ഒക്കെയാണ്. അത് വലിയ ഗ്രൂപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും നമ്മൾ ശരിക്കും ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് ഒക്കെ പോകില്ല, ഏകദേശം ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. കാരണം ഇന്തോനേഷ്യയിൽ 2ാമത്തെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടനാണിത് കേട്ടോ. ചെറുതായിട്ട് മഴ വീണ്ടും പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മഴ കനത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൻകോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സത്യമാണ് കേട്ടോ. ഈ കാട്ടിൽ, ഈ ഒരു ഇന്തോനേഷ്യയിൽ തന്നെ കാണുന്ന ഒരു പ്രത്യേകതരം കടുവകൾ ഉണ്ട് എന്നും അത് ഇതിൻ്റെ ചുറ്റുപരിസരങ്ങളിലുണ്ട് എന്നും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതൊക്കെയാണ് കേട്ടോ അതിൽ എഴുതി വെച്ചേക്കുന്നത്. അത്യാവശ്യം ഉണ്ടല്ലോ നല്ല കൊടും കാട് തന്നെയാണ്. കാട്ടിലോട്ട് കയറുന്ന വഴി തന്നെ ചെളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ മിന്തവായി പോയ പോലെ തന്നെയാണോ എന്നുള്ളത് പോകുന്ന വഴിക്ക് കണ്ടറിയാവേ. ശരിക്കും ഉണ്ടല്ലോ ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ചോറാണ് ഈ പൊതിഞ്ഞെടുത്തത്. നമ്മൾ വിചാരിച്ച് രാവിലത്തേക്കുള്ളതാണ്. ശരിക്കും എനിക്ക് ഈ ഒരു ട്രക്കിങ്ങിന് ഇവർ പോകുന്ന കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഇവർ കുറേ ഓവറായിട്ട് സാധനം ക്യാരി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്.
കാരണം അവരുടെയൊക്കെ ബാഗിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഞാനിപ്പം ഇന്നലെ വാങ്ങി എനിക്ക് തന്നേക്കുന്ന ഈ സാധനങ്ങൾ എനിക്കൊരു 3-4 ദിവസത്തേക്ക് കഴിക്കാറുണ്ട്. അത്രയും ബ്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും ശരിക്കും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയില്ല, നമ്മൾ ഇപ്പം അന്നപൂർണ്ണയിലാണെങ്കിലും നമ്മൾ പോയ സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ട് സാധനം മാത്രമേ ക്യാരി ചെയ്യുള്ളൂ. അതിൽ പോകുന്ന വഴിക്ക് സാധനം കിട്ടുമെങ്കിലും ചില സ്ഥലങ്ങളിൽ കിട്ടത്തില്ലല്ലോ. ഒരു കാലത്തുണ്ടല്ലോ അഗ്നിപർവ്വതം പൊട്ടി ഒലിച്ച വഴിയാണ് ഇതാ നമ്മൾ ഈ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാടിൻ്റെ ഇത്രയും വലിയ ഈ ഒരു തഴച്ചു വളരാൻ കാരണം എന്ന് പറയുന്നത് ആ അഗ്നിപർവ്വതത്തിൻ്റെ ലാവയിലുള്ള ആ ഒരു മിനറൽസിൻ്റെയൊക്കെ ഗുണം കൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ നടക്കുന്ന വഴിയിലുണ്ടല്ലോ റെസ്റ്റ് പോയിൻറ്റുകളുണ്ട്. അതുണ്ടോ ഇതുപോലുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. നമ്മളുടെ ഗൈഡിനുണ്ടല്ലോ പക്ഷെ കാണാനില്ല, പുള്ളിക്കാരൻ മുമ്പേ പോയിട്ടുണ്ട്. ഈ ഒരു നടത്തത്തിലുണ്ടല്ലോ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നിട്ട് ആ ഒരു നല്ല വേർപ്പൊക്കെ വന്നതിന് ശേഷം ആ ഒരു തണുത്ത കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. കാട്, റിയൽ ഫോറസ്റ്റ്. നമ്മുടെ പുറകെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ്, വലിയ ഗ്രൂപ്പില്ല, അവർ വന്നിട്ടുണ്ട്. ഹായ്, സീ അറ്റ് ദ ടോപ്പ്. അപ്പോൾ അവരിനിപ്പോൾ അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നടക്കും കേട്ടോ. ഈ ഫുഡേ ഇതിൻ്റെ ക്യാമ്പ് 1, 2, 3 അങ്ങനെ 3ാമത്തെ ക്യാമ്പിലാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യേണ്ടത്. അപ്പം 1-ലെത്തുമ്പോഴേ കഴിക്കത്തുള്ളൂ. ശരിക്കും അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് താഴെ എത്തിക്കഴിഞ്ഞാൽ കഴിക്കാനായിരിക്കുന്നുള്ളത്. പക്ഷേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് പോലത്തെ സാധനമാണ്. എന്നിട്ട് കണ്ണിന് പൊന്നിച്ച വാറുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. നമ്മൾ പോകുന്നതിനുണ്ടല്ലോ നമ്മളെ ഫോളോ ചെയ്ത് കുരങ്ങന്മാരിതാ ഇതിൻ്റെ മേലുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് കുരങ്ങനല്ല ഇത്. മൂക്കൊക്കെ ഒരുമാതിരിയുള്ള ആ ഒരു ടൈപ്പ് കുരങ്ങൻ. മൂത്രം ഒഴിക്കുമോ, നേരെ തലയുടെ മേലെ വന്നിട്ടുണ്ട്. പല സ്ഥലത്തും വഴിയൊക്കെ ഉണ്ടല്ലോ വെള്ളം ഒഴുകി കുത്തനെ വലിയ കിടങ്ങ് പോലെ തന്നെയാണ് കിടക്കുന്നത്. കാലൊന്നും തെന്നാതെ നമ്മൾ നടന്ന് കയറണം കേട്ടോ. ഇവർ മലേഷ്യ എന്നുള്ള ഗ്രൂപ്പാണ് കേട്ടോ. യു ഫ്രം മലേഷ്യ? ഓക്കെ. ഫോർ ദ മൗണ്ട് കരിഞ്ചി യു കെയിം ഹിയറാ ഫോർ ക്ലൈംബിങ് ഉള്ളി? ഓക്കെ. മൗണ്ട് കരിഞ്ചി കയറാൻ വേണ്ടിയിട്ട് മലേഷ്യയിൽ നിന്നും പ്ലാൻ ചെയ്ത് ഒരു ഗ്രൂപ്പ് വന്നതാണ് കേട്ടോ. നൈസ്. നമ്മൾ അടുത്ത പോയിന്റിലെത്തി. അപ്പോൾ നമ്മളുടെ ഗൈഡൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും കൂടി ഇതാ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഹായ്, ഹൗ വാസ് ദ ഹൈക്ക്? ഗുഡ്. Cool. Did you see the monkey? Yeah. Monkey. Yeah. എന്തായാലും ഉണ്ടല്ലോ ഇതുവരെ മഴ പെയ്യാതിരുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ ആശ്വാസം തരാതെ വീണ്ടും ആകാശം ഇരുണ്ട് മൂടുന്നുണ്ട് കേട്ടോ. അതത്ര നല്ല കാര്യമല്ല. പതുക്കെ ഇവരോട് ഇരുന്നോട്ടെ, ഞാൻ പതുക്കെ കയറാൻ തുടങ്ങുകയാണ്. പതുക്കെ ഇരുന്നിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. എൻ്റെ ക്ലൈംബിങ് അനുഭവത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം ഒരു സ്ഥലത്ത് കുറേ അധികം നേരം ഇരിക്കരുത്. പതുക്കെ ഓരോ സ്ഥലത്തും വിശ്രമിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടേ ഇരിക്കണം. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് മസിൽ പൊടിച്ച് പിടിക്കും. ഇത് പണ്ട് ഞാൻ EBC ട്രക്കിങ്ങിന് പോയ സമയത്ത് നമ്മളുടെ ഗൈഡ് സോനം പഠിപ്പിച്ചൊരു കാര്യമാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോഴും പ്രാവർത്തികമാക്കുന്നു. അത് പുറകെ വരട്ടെ. ഇവിടെ എത്തിയപ്പോഴേ പടഞ്ഞ വേരുകൾ കൂടി, അതുകൂടാതെ കയറ്റത്തിൻ്റെ ആ ഒരു കുത്തനെയുള്ള ആ ഭാഗം കൂടി കേട്ടോ. നക്ഷത്രം കാണും. പിന്നെ വേറൊരു കാര്യം സോനം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുന്നു കയറുമ്പോൾ ദിങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ വലിയ മടുപ്പില്ലാതെ കാലിന് ആയാസമൊന്നും ഇല്ലാതെ കയറാൻ പറ്റുമെന്നുള്ളത്. എന്തൊക്കെയോ മൃഗങ്ങളുടെ കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാവേ. ഇതിനെ കാണിച്ച് കടുവുള്ളതാണോ ഇല്ലാത്തതാണോ എന്തോ. നമ്മുടെ മറ്റേ ഗ്രൂപ്പ് കൂടി ഇതാ നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. എല്ലാവരും കയറി പോകുമ്പോൾ അതിൻ്റെ അത്രത്തോളം ആ ഒരു കയറ്റത്തിന് കുത്തനെയുള്ള ആ ഒരു ഭാഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. ഇനി അങ്ങോട്ടേക്ക് ഉണ്ടല്ലോ നമ്മൾ അത്യാവശ്യം കെയർഫുള്ളായിരിക്കണം. ഇതുകൊണ്ട് ഞങ്ങൾ ലാവ ഒഴുകി വന്നേക്കുന്ന മണ്ണ്, ആ ഒരു കറുപ്പും
ആ ഒരു കത്തിയ തരത്തിലുള്ള കളറുള്ള മണ്ണുകൾ വളരെ നൈസായിട്ടുള്ളതാണ് ഇനി മേലോട്ടേക്കുള്ളത്. തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലുള്ളൊരു മേഖലയാണിത്. ഭൂമിയുടെ അടിയിൽ നിന്നും വന്ന കല്ല്. ഓ, നമ്മളെ ഇത് അങ്ങ് ദൂരെയായിട്ട് ഒരു ഓടിട്ട പോലത്തെ ഒരു കവർ കാണുന്നുണ്ടോ? അതാണ് ഫസ്റ്റ് പോയിൻ്റ്. ഫസ്റ്റ് പോയിൻ്റ് കാണുമ്പോൾ ഒരു സന്തോഷം. 3ാമത്തെ പോയിൻ്റിലാണ് നമ്മൾ താമസിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നടന്ന് നാളെ രാവിലെ, അത് അതിരാവിലെ നടന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടോപ്പിലെത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഏറ്റവും വലിയ കാഴ്ച എന്താണെന്ന് അറിയുമോ? നമുക്ക് നിങ്ങൾ ഫ്രണ്ട്ലി അണ്ണാനുകൾ, അത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി തിന്നാനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരും കേട്ടോ. ഓ നൈസ്. എൻ്റെ ഇന്ന് സാധനം ചോദിച്ചാൽ അടുത്തോട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഫ്രണ്ട്ലി ആണെങ്കിലും ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് ഇവന്മാർ ഡേഞ്ചറാണ്. കാരണം ഈ നമ്മളെടുത്ത് വെക്കുന്ന ഫുഡ് എന്ത് കണ്ട ഒരു പേടിയില്ല. അയ്യോ ചോറൊക്കെ കൊണ്ടുപോകുമാർ കേട്ടോ. ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവന്മാരെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നത്. നമുക്കുണ്ടല്ലോ അവന്മാർ കാണാതെ നമ്മൾ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. കാരണം വീട്ടിൽ കയറി പോയി. ഇനി നമ്മൾ ചോറുണ്ടല്ലോ തിരിച്ച് വന്നിട്ട് കഴിക്കലുണ്ടാവും. ആ സാധനത്തിന് കയ്യിൽ കയറ്റാനുള്ള ഒരു ശ്രമമാണ് കേട്ടോ. ഇതുണ്ട ഇവിടെ ബിസ്ക്കറ്റ്. ഓ യെസ്. ഇനിയിപ്പോട്ടല്ലോ വയറ് നിറഞ്ഞ സന്തോഷത്തിൽ നമുക്ക് അത് ആവേശകരമായിട്ട് മല കയറി തുടങ്ങാം. അവരുണ്ടല്ലോ ഇത് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ആ ഒരു എനർജിയിൽ ഊട്ടി ഒരു കയറ്റം ഇട്ടുന്നുണ്ടോ അവിടെ എത്തിയിട്ടുണ്ട്. തങ്ങവരെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം വലിയ കയറ്റമാണ്. ഇതുണ്ടകൾ കയറാനായിട്ട് ഇന്നലെ പെയ്ത മഴയുടെ ആ ഒരു വെള്ളം കിടക്കുന്നുണ്ട്. നല്ല സ്ലിപ്പറിയാണ്. ആളുകൾ വള്ളിയിലൊക്കെ പിടിച്ച് വലിഞ്ഞ് അങ്ങനെയൊക്കെയാണ് കേട്ടോ കയറുന്നത്. കണ്ടോ? യെസ് യെസ് വി ക്യാൻ. കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് കയറാനൊരു രസമാണ്. പിന്നെ വേറെ കാര്യം ഉരുണ്ട് വീണിട്ടുണ്ട് എല്ലാവരും കാണും. ഇതുകൊണ്ടോ മരത്തിൻ്റെ ഇതുപോലുള്ള കവാടത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറി പെടഞ്ഞ് കയറിയിട്ട് വേണം നമ്മൾ മേലോട്ടേക്ക് എത്താൻ. ഹായ് വാ, എനിക്ക് ബേഗിനൊരു പുഷ് കിട്ടി. താങ്ക് യു സോ മച്ച്. പുള്ളി പുഷ് ചെയ്ത് തന്നതാ. എൻ്റെ പൊന്നേ, അവരെല്ലാവരും മേലോട്ടേക്ക് കയറിപ്പോയി കേട്ടോ. കാട്ടിലെങ്ങോ ഇല്ലാണ്ടായി. ഞാനാണിപ്പോൾ ഏറ്റവും പുറകിലുള്ളത്. എത്ര നാളായി ട്രക്ക് ചെയ്തിട്ട്, കുറേ ആയില്ലേ. സോ അതുകൊണ്ട് തന്നെ തുടക്ക സമയത്ത് ഒട്ടും പിടിക്കാൻ പറ്റുന്നില്ല. നല്ല കിതപ്പൊക്കെ ഉണ്ട്. ഇതങ്ങ് ദൂരെയായിട്ട് അവിടെ കുറച്ച് ഇരിക്കേണ്ട സ്ഥലത്ത് അവരെല്ലാം കൂടി ഇരിക്കുന്നുണ്ട്. നൈസ്. ഇവിടെ ഉണ്ടല്ലോ മരങ്ങളുടെ ആ ഒരു ഇതും മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരു പായലില്ലേ, ആ കൈൻഡ് ഓഫ് പായലുകൾ ഇവിടെ ഒരുപാട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പോരാത്തനുണ്ടല്ലോ അത്യാവശ്യം നല്ല തണുപ്പുമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാമോ, ഞാൻ കോട്ടെടുത്തിട്ടില്ല. കാരണം എൻ്റെ ഈ കോട്ടില്ല. നമ്മളങ്ങനെ വലിയൊരു തണുപ്പുള്ള സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വരുമ്പം അങ്ങനെ ഒരു സാധനമൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ മാക്സിമം ലഗേജ് കുറയ്ക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ ഒരു മൗണ്ട് കരിഞ്ചി അപ്രതീക്ഷിതമായി പെട്ടെന്നുണ്ടായ ഒരു ഐഡിയയിൽ അങ്ങോട്ട് കയറുന്നതാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് വിട്ട് കളയണ്ടെന്ന് തോന്നി. ഇവിടം വരെ എത്താൻ നമ്മൾ കുറച്ചധികം പാടുപെട്ടായിരുന്നു, അറിയാം നിങ്ങൾക്ക്. എന്നാലും ഇനിയിപ്പോൾ എപ്പം നമ്മൾ സുമാത്രയിലേക്ക് വരും എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കയറുന്നതാണ് അതിൻ്റെ ഒരു നല്ലതിന് അതാണ് ബെറ്റർ. ഇവിടെ നോക്കി ഞങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡേഞ്ചർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? വെള്ളം കൊത്തി ഒലിച്ച് അമ്മേ ഇതുവഴിയാണ് വരിക. അയ്യോ കയറി. എൻ്റെ കവർ ഇവിടെ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോ? അതിൽ കൊളുത്തി ഒളിച്ചു. ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ നമുക്ക് ആ ലാവേൻ്റെ ലെയർ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതുണ്ടോ, ഇത് മുമ്പെപ്പോഴോ വന്ന് സെറ്റായിട്ടുള്ളതാണ്. അതിന് ശേഷം ഇത് ഈ കാണുന്നത് അതിന് ശേഷം വന്നിട്ടുള്ള ലാവയുടെ ലെയറാണ്. കണ്ടോ? ഇത് ശരിക്കും ഉണ്ടല്ലോ ഇതുവരെ വന്നതിൽ ഒരു വെറൈറ്റി ഏരിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ലാവ വലിച്ച് അതിൻ്റെ നടുക്ക് നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ആ ഒരു സാധനം. അതുകൂടാതെ മേലെ മുഴുവൻ വള്ളിപ്പടർപ്പുകളും നോക്കി നിങ്ങൾ.
എൻ്റെ പൊന്നെ, ഇതിലെങ്ങനെയാണ് ഇവർ കയറിപ്പോയത്? പിടിക്കാൻ പോലും ഒന്നുമില്ലല്ലോ. കണ്ടമാനം ടാസ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടാസ്ക്കാണ്. തെന്നി വീണിട്ടുണ്ടെങ്കിൽ പണിയാണ്. എവിടെ പിടിക്കാം? ഈ കിണറിൻ്റെയൊക്കെ അടിയിൽ നിന്നിട്ട് മേലോട്ട് നോക്കുന്ന പോലെ ഒരു ഫീല്. ചെറിയൊരു വേര് ഇട്ടിട്ടുണ്ട്. കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതായിരിക്കും. അതൊക്കെ പിടിച്ച് കാണുമ്പോൾ വലിഞ്ഞ് കയറാൻ. അയ്യോ, ഇവിടെ ഒരു പിടുത്തോണ്ട്. യെസ്, എൻ്റെ പൊന്നെ. ഞാൻ ഇന്നലെ മുടി മുറിച്ചത് വൻ അബദ്ധമായോ? മുട്ടയടിച്ച പോലെ ആയിട്ടുണ്ടോ? Oh my God. Yes. Yes. ഇവിടെ എത്തിയപ്പോണ്ടല്ലോ നമുക്ക് അങ്ങ് മേലെ ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ മുട്ടക്കുന്നിൻ്റെ പോലത്തെ ആ ഒരു ഭാഗങ്ങൾ കാണാം കേട്ടോ. അവിടെയൊന്നും മരങ്ങളില്ല. യെസ്, നല്ല രീതിക്ക് ഇവിടെ നിന്ന് വിസിബിൾ ആവുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ആ ഒരു മുട്ടക്കുന്നിൻ്റെ മേലെ ഭാഗം പതുക്കെ കോടമഞ്ഞൊക്കെ അങ്ങോട്ട് കയറി പോകുന്നേ. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും കാണാനുള്ള ചെടി ഇതാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഈ ഒരു പൂക്കളാണ് ഇവിടെ നമ്മുടെ അടുത്ത ക്യാമ്പ്. ഐ തിങ്ക് ഇവിടെയുള്ള ആൾക്കാർ ആ ഒരു ടാർപ്പൊക്കെ കെട്ടി അവിടെ വിശ്രമിക്കുന്നൊക്കെ ഉണ്ട്. നേരത്തെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, വർത്താനമൊക്കെ പറയുക, അതൊക്കെയാണ് കേട്ടോ ഇവരുടെ ഒരു ട്രെൻഡ്. ഇവിടെ നമുക്കുണ്ടല്ലോ എന്തുകൊണ്ടെങ്കിൽ ടെൻറ്റ് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇവരിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഒന്നുമല്ല ക്യാമ്പ് ചെയ്യുന്നത്. നമുക്കിനിയും അങ്ങ് ടോപ്പിൽ 3-ലെത്തണം. ഇപ്പോൾ ഉണ്ടല്ലോ താഴേന്ന് നല്ല രീതിയിൽ കോട മേലോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ഇത് മിക്കവാറും നമുക്ക് മൂടൽമഞ്ഞ് കാഴ്ച മറയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മരങ്ങളൊക്കെ തന്നെ നല്ല രസകരമായിട്ടുണ്ട്. അവിടെയും ആ ഒരു പായലില്ലേ, അതിങ്ങനെ വന്നിട്ട് അതിൻ്റെ ഒരു കളറാണ് കേട്ടോ ആ ഒരു മരത്തിൻ്റെ ഇലക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇലയാണെന്ന് തോന്നും, പക്ഷേ ഇലയല്ല. ആ ഒരു ഗ്രൂപ്പ് അവരുടെ ലഞ്ചിൻ്റെ ടൈമാണിത്. അപ്പോൾ ഇങ്ങനെ പാക്കേജൊക്കെ എടുത്ത് വരുന്ന ആളുകൾക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് ഇവരെന്നെ കൊണ്ടുവരും. എന്നിട്ട് വട്ടത്തിലിരുന്ന് ഇങ്ങനെ കഴിച്ചിട്ടൊക്കെയാണ് കയറി പോവുക. ഈ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സ്ഥലത്തെല്ലാം എന്തുകൊണ്ടെങ്കിൽ ആ പറയുന്ന നമ്മളുടെ ലാവയുടെ കല്ലുകളാണ് കേട്ടോ. നല്ല തരി സാധനം. ഇവിടെ എത്തുമ്പോണ്ടല്ലോ നമുക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. കുനിഞ്ഞ് വേണം പോകാൻ വേണ്ടിയിട്ട്. കണ്ടങ്ങൾ ഇങ്ങനെ ഓരോ കയറ്റം കയറിയിട്ട് ഇതുണ്ട് അതുപോലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കും. കാരണം മഴ പെയ്തു തുടങ്ങിയേ. നീ കുറച്ച് നേരം ഇരിക്കാം. നൈസ് കവർ. നന്ദയുടെ കവറുണ്ടല്ലോ, അത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. 19 കിടക്കും. യു ആർ പ്രഗ്നന്റ് 9 months. നല്ല കുഷിനൊക്കെ ഉള്ള ഇരിപ്പിടമാണ്. നൈസ്. ഗോ ഗോ. അടുത്ത ലാവ ഒഴുകിയ കറുത്ത പാതയിലൂടെ നമ്മളിതാ കരുത്ത് കാട്ടി വീണ്ടും മല കയറി തുടങ്ങുകയാണ് കേട്ടോ. ഈ ഒരു ഊർജ്ജം അങ്ങ് വരെ തരണേ എന്ന ഒറ്റ പ്രാർത്ഥനയിലെ. ഇവിടെ നിന്ന് ഈ ഒരു ഇടുക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവർ ഒരു നട പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നന്നായി. മറ്റ് ട്രക്കിങ്ങുകളെ കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള കുത്തനെയുള്ള കയറ്റമാണ്. അത് നല്ല ചെളിയുള്ള മണ്ണുമാണ്. അതാണ് വ്യത്യാസം. ആ ചെളിയിലൂടെയൊക്കെ കടന്ന് വന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ലഗേജ് ഇങ്ങനെ കൊണ്ടുപോയി കമത്തിയിടും, എന്നിട്ട് അങ്ങ് കിടക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഗൈഡ് പക്ഷേ അങ്ങ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ്റെ ഒരു വിവരമില്ല. ഇവിടെ നിന്ന് ഇനിയിപ്പം 6 മണി ആകുമ്പോഴേക്കും നമുക്ക് ടോപ്പിൽ നമ്മുടെ ടെൻ്റ് അടിക്കുന്ന സ്ഥലം പിടിക്കണം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇരുട്ടാവും. അപ്പം അറൗണ്ട് ഒരു സമയം 2 മണിയായി. ഇനിയിപ്പോൾ 4 മണിക്കൂർ കയ്യിലുണ്ട്. അതിനുള്ളിൽ അങ്ങ് എത്തണം. അധികം നേരം നിന്നില്ല, ഇത് ഇറങ്ങി. കാരണം ഉണ്ടല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴ കൂടാനുള്ളൊരു പ്രഡിക്ഷനാണ് ഇന്നുള്ളതെന്നാണ് കേട്ടോ പറഞ്ഞത്. മഴ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴിയിൽ കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ കണ്ടില്ല, ആ ഒരു വരുന്ന ഇടുങ്ങിയ വഴി കൂടെയൊക്കെ വെള്ളം താഴോട്ടേക്ക് തള്ളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കയറി വരല് വലിയ പണിയാണ്. പിന്നെ ഫുള്ള് നനഞ്ഞ് കുളിച്ച് ചെളിയിലൊക്കെ കുളിച്ചിട്ട് ടെൻറ്റിൽ പോയി കിടക്കേണ്ടി വരും. ഇന്നത്തെ ഉറക്കം എന്തായാലും ഒരു വഴിക്കാണ്, അത് വേറെ കാര്യം. ഓ ബ്യൂട്ടി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആ ഒരു കാടിൻ്റെ ഭംഗി ശരിക്കും നമ്മൾ ആ ഒരു ഹിമാലയൻ റേഞ്ചിലൊക്കെ പോയി കാണുമ്പോൾ ഉള്ള ആ ഒരു കളർ
കോമ്പിനേഷൻസ് ഇല്ലേ, ആ രീതിയിലുള്ളത് ഇതാ മരങ്ങൾക്ക് നമുക്ക് കാണാം. ശരിക്കും ഓട്ടമൊക്കെ വരുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ചുവപ്പും മഞ്ഞ കളറിലോട്ടൊക്കെ മരങ്ങളിങ്ങനെ പോയി തുടങ്ങുന്ന ആ ഒരു കാഴ്ച കേട്ടോ. ഓ മൈ ഗോഡ്. എല്ലാവരുടെയും പാൻറ്റിൻ്റെ ഷൂവിൻ്റെ ഒക്കെ കോലം കണ്ടങ്ങൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ചെളിയിൽ കണ്ടം പൂട്ടാൻ പോയ പോലത്തെ ഒരു പരിപാടിക്കാണ് ഇറങ്ങിയിട്ടുള്ളതെന്നുള്ളത്. ഇതിലെയുള്ള ഈ ഒരു കുത്തനെ കയറ്റത്തിൽ ഇങ്ങനെ വലിഞ്ഞു പിടിച്ച് കയറുമ്പോഴേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന ഇറക്കത്തിൽ കൂടിയൊക്കെ ശരിക്കും ആ ഒരു മൗണ്ടൻ ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്നായിരിക്കും, എന്ത് സ്പീഡിലായിരിക്കും വോൾക്കാനൊക്കെ ഒഴുകി താഴോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ആ ഒരു സ്പീഡിൽ നിന്ന് തോപ്പിക്കാൻ നമ്മുടെ ഓട്ടത്തിനും ചാട്ടത്തിനും ഒന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെയുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയുലക്കം അതുപോലെ തന്നെ ഈ വോൾക്കാന ബ്ലാസ്റ്റ് ആകുന്നതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ചില വോൾക്കാനകൾ ഈ പൊട്ടുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം പുകയാറൊക്കെ ഉണ്ട്, കുറച്ച് ആരൊക്കെ പുറത്ത് വിടും. പക്ഷേങ്കിൽ അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബ്ലാസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് ആക്റ്റീവായിട്ട് എപ്പോഴും പുകഞ്ഞു നിൽക്കുന്ന വോൾക്കാനകൾ. വീണ് പെരങ്ങി ഫോണിലൊക്കെ മൊത്തം ചെളിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. എൻ്റെ മോനെ അവിടെ ഇവിടെയും തട്ടി വരഞ്ഞ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു ഓപ്പൺ പ്ലേസിലോട്ട് വരും. ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ നമ്മുടെ ഒരു താഴ്വാരം നമ്മൾ എത്രമാത്രം മേലോട്ടേക്ക് കയറി എന്നുള്ളത് ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് കേട്ടോ മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ ചുറ്റുവട്ടമുള്ള ബാക്കിയുള്ള മലനിരകളെക്കാളൊക്കെ ഓൾമോസ്റ്റ് ഹൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല ഒന്നൊന്നര കയറ്റമല്ലേ കയറിയത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വീണ്ടും വിശന്നേ. അപ്പം നമ്മളുടെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, എന്താ നമ്മൾ ചെറുപയറിൻ്റെ എന്തോ ഒരു സാധനം നിറച്ചിട്ടുള്ള ഒരു ബന്നുമാണ്. പക്ഷേ ചെറുപയറും ഉണ്ട്, വയറുണ്ട് കഴിയുക. തണുപ്പിൻ്റെ കാഠിന്യം ഉണ്ടല്ലോ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വാഭാവികമായിട്ടൊരു തണുപ്പുണ്ട്, അതിൻ്റെ കൂടി മഴ കൂടി ആകുമ്പോഴത്തേക്കും ഇരട്ടിയാണ് കേട്ടോ. ഉറപ്പുള്ള ലാവ കല്ലുകളും നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ. ഇതൊന്നും അത്ര പഴക്കമില്ലാത്ത കല്ലുകളാണ്. നമ്മൾ താഴെ പൊടിഞ്ഞു കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായതും. നടന്ന് കയറി ഫൈനലി നമ്മളുണ്ടല്ലോ ഷെൽട്ടർ 2, ഇതാണ് രണ്ടാമത്തെ ക്യാമ്പ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്യാമ്പിൻ്റെ ഏരിയയിൽ വന്നത്. ഇത് അധികം വലിയൊരു സ്ഥലമൊന്നുമില്ല കേട്ടോ, വളരെ ചെറിയൊരിതാണ്. ഇവിടെ ജസ്റ്റ് മേലെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഷെൽട്ടർ 2 ആണ് ഇതെന്നുള്ളത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചെടികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ ഓക്സിജൻ്റെ അളവൊക്കെ കുറവായതുകൊണ്ട് പിന്നെ ആൾട്ടിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് കുറ്റിച്ചെടികളായിട്ട് മാറിയിട്ടുണ്ട്. വലിയ വലിയ മരങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സൂര്യൻ കണ്ടങ്ങൾ ഇന്ന് പുറത്ത് വന്നിട്ടേ ഇല്ല. ചെറുതായിട്ടൊന്ന് ആ ഒരു മേഘത്തിൻ്റെ ഇടയിൽ നിന്ന് എത്തി നോക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഇവിടെ ഒരു ചൂടും തരാൻ പറ്റുന്നില്ലേ. ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു കയറ്റമേ നല്ല കുത്തനെ ആയതുകൊണ്ടും പിന്നെ കൂടാതെ മഴ പെയ്യുന്നതുകൊണ്ടും ചെളി ആയതുകൊണ്ടും കുറച്ചും കൂടി കൂടുതൽ എഫേർട്ട് നോർമലി എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഈ ചെളിയിൽ തെന്നി താട്ടുപോകും, വീണ്ടും വലിഞ്ഞ് കയറും, വീണ്ടും താട്ടുപോകും, വീണ്ടും വലിഞ്ഞ് കയറും. ആ ഒരു ഇത് എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളുണ്ടോ ഓരോ മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഒളിച്ചൊളിച്ചിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിൻഡാണ് ആ സൈഡിൽ നിന്ന്, നല്ല തണുത്ത വിൻഡ്. അപ്പം അതിന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അതാ ഞാനിവിടെ ഒളിച്ചാണ് ഇരിക്കുന്നത്, ഒളിച്ചിരിക്കുക. ജാക്കറ്റ് എടുക്കാതെ ഞാനീ വന്നേക്കുന്നത്. ദൈവമേ മേലെത്തൊന്നും എന്താവുന്നുണ്ടോ. ഇവിടേക്ക് എത്തിയപ്പോൾ ഉണ്ടല്ലോ കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് ഈ ഒരു വഴി. പക്ഷേ കുറച്ച് തടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുടുങ്ങി പോകും കേട്ടോ. കണ്ടങ്ങൾ വെള്ളം കുത്തി ഒലിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗമല്ല എങ്ങനെ ആയത്. എന്തായാലും നമ്മൾ പേടിച്ചിട്ടുള്ള ആ ഒരു മഴ ഇതുവരെ പെയ്തിട്ടില്ല, മൂടി തന്നെ നിൽക്കുകയാണ്. പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇവിടുത്തെ ഈ ഒരു ട്രെക്കിംഗ് ട്രയലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള വഴികളൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലുമൊക്കെ വെള്ളം ഒഴുകിയ ചാലൊക്കെ ഉണ്ടാവും, അതുവഴിയൊക്കെ നമ്മൾ ചവിട്ടി കയറി അങ്ങനെ മുൻപോട്ടേക്ക് പോവുക എന്നത് മാത്രമേ. അങ്ങനെ നമ്മൾ കയറി പൂർണ്ണമായിട്ടും വലിയ മരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു മേഖലയിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ വളരെ വിശാലമായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. ആ ഒരു മേഘങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ താഴെയുള്ള ചെറിയ ചെറിയ മലനിരകളും പിന്നെ നമ്മൾ കയറി വന്ന ആ ഒരു ഗ്രാമമില്ലേ, ആ ഗ്രാമമല്ല ഇവിടെ ചിതറി കിടക്കുന്ന
കാഴ്ചയൊക്കെ നമുക്ക് കാണാം. പിന്നെ ലാവാ കല്ലുകളുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളും ഇവിടെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം ക്യാമ്പ് ചെയ്യേണ്ട പ്രദേശം ഇനിയും എത്തിയിട്ടില്ല. ആ ഒരു കാട്ടിനുള്ളിലൂടെയുള്ള ഇടവഴിയിലൂടെ വീണ്ടും മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലുള്ള ഓപ്പൺ പ്ലേസിലേക്ക് നമ്മളെത്തും. ഇവിടെ ചെറിയ സ്ഥലമൊക്കെ ഇങ്ങനെ ഓപ്പണാക്കി ഇട്ടേക്കുന്ന കാണാം. അവിടെ നേരത്തെ നമ്മളുടെ വന്ന ഗ്രൂപ്പില്ലേ മലേഷ്യക്കാർ, അവരവരുടെ ടെൻറ്റുകളൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ പോർട്ടറും മറ്റ് സഹായികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആ കാര്യമൊക്കെ വന്ന് ആദ്യമേ ചെയ്തുകൊള്ളും. അതുകൊണ്ട് അവർക്ക് ആ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല മഞ്ഞയും ചുവപ്പും നീലയും കളറിലൊക്കെ ആയിട്ട് ഇവിടെ അവരുടെ ടെൻറ്റുകൾ ഒരുങ്ങി. അങ്ങ് ദൂരെയായിട്ട് ആ ടാർപ്പയ്ക്കുള്ളിലുണ്ടല്ലോ നമ്മളുടെ നന്ദയൊക്കെ കൂടിയിട്ട് നമ്മളുടെ ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതാണ്. ഞാനും ഓടി അങ്ങോട്ടേക്ക് ചെന്നു. അത്യാവശ്യം ഉണ്ടല്ലോ നല്ല തണുപ്പുള്ള നല്ല കാറ്റ് വീശി തുടങ്ങി. കാട്ടിൽ നിന്ന് എവിടുന്നോ അവർ വെള്ളം കളക്ട് ചെയ്ത് കൊണ്ടിരുന്നതാണ് കേട്ടോ ആ കാണുന്നത്. അത്യാവശ്യം ഉണ്ടല്ലോ കാറ്റിന് നല്ല ശക്തിയുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കും കാറ്റ് വർദ്ധിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻ്റ് അടിക്കുന്ന സമയത്ത് അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ കെട്ടിവെക്കുകയൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ രാത്രി നമ്മൾ പറന്ന് താഴത്തേക്ക് എത്തും. നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുണ്ട് നിങ്ങൾ ഈ ഒരു കാഴ്ച, ആകാശത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുന്ന ഒരു ഇത് കണ്ടത്. നോക്കുമ്പോഴത്തേക്കും സൂര്യാസ്തമയമാണ്. ഇത്രയും നേരം ക്ലൗഡ് മുങ്ങിയതാണ്, പക്ഷേങ്കിൽ കുറച്ച് നേരത്തേക്ക് ക്ലൗഡൊക്കെ ഒന്ന് മാറി. അപ്പോഴത്തേക്കും ഇവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ കളറൊക്കെ നോക്കി ഞങ്ങൾ അങ്ങോട്ട് മാറി. മൊത്തത്തിൽ എന്തോ ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി. ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ ഗ്രാമത്തിൽ താഴെ അവിടെ വീടുകളിലൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞ കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അവസാനം ഉണ്ടല്ലോ നമ്മളെല്ലാവരും കൂടി ഇതാ ഈ ഒരു ചെറിയ ടെൻറ്റിനുള്ളിൽ കയറിയ എന്നിട്ട് ഇതാ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര ചൂടല്ലേ, ഭയങ്കര തണുപ്പല്ലേ, അതിപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് കൊള്ളുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിലാണ് ഇന്ന് രാത്രി. ഇതാ ഇപ്പം ചായ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ, കോഫി. അതിൻ്റെ കൂടെ തന്നെ ഇതാ നൂഡിൽസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നൂഡിൽസ്, പിന്നെ എന്തൊക്കെയുള്ള സൂപ്പ് ടൈപ്പ് സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഹീസ് അവർ മെയിൻ കുക്ക്. ഇപ്പോൾ ഉണ്ടല്ലോ ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊരു ചൂട് വന്നു കേട്ടോ. നൈസ്. നൗ ഇറ്റ്സ് ഫീലിംഗ് ഹോട്ട്, ഗുഡ്. കോഫി ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഇവിടെ. അതുപോലെ ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വാങ്ങാൻ കിട്ടും. അപ്പം അത് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുടിച്ചാൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മുക്കിയിട്ട് യെസ് യെസ് നമ്മളുടെ കോഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നൂഡിൽസാണ് എടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കുണ്ടല്ലോ നല്ലൊരു എന്താ പറയുക, എത്രയും കയറി കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടുന്ന് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നൊരു സാധനം അടിപൊളിയാണ്. ഇവരെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്തേനെ. അടുത്തുണ്ടല്ലോ എല്ലാവരും കൂടിയിട്ട് നൂഡിൽസ് ടേസ്റ്റി യമ്മി കഴിക്കുന്ന ഒരിതാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ചെടുത്തിട്ട് കഴിക്കാം. നൈസ്, ഗുഡ്. ഒരു നമ്മുടെ ജാതിക്കയില്ലേ, ജാതിക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നൈസ്. ഫ്രണ്ട്സ്, ഒടുവിലുണ്ടല്ലോ എന്താ ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് സ്ലീപ്പിംഗ് ബാഗ് കയറി. ഞാനും കയറി. ഇതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാം. നന്ദാ ഹൗസ് ഓക്കെ. കാരണം ഞങ്ങളെല്ലാം 3 പേരും ഒരു ടെൻറ്റിൽ തന്നെ ആയതുകൊണ്ട് ഈ ടെൻറ്റിനുള്ളിൽ ഒരു ചൂട് ഇങ്ങനെ നിലനിൽക്കും. എന്തുകൊണ്ട് നല്ലതാണ്. എൻ്റെ മോനെ, എനിക്കുണ്ടല്ലോ എൻ്റെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല പെയിൻ, ഇവിടെ ഒരു തടിപ്പ് പോലെ എന്തോ വന്നിട്ടുണ്ട്. ഞരമ്പ് പിടഞ്ഞ് കയറിയതാണോ മസിൽ പിടഞ്ഞ് കിടക്കുന്നതാണോ എന്താണെന്നറിയില്ല. എന്തായാലും കൈ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുവാണ്. നാളെ രാവിലെ ആകുമ്പോൾ നോക്കാം അല്ലേ. പുറത്തുണ്ടല്ലോ നല്ല ഭീകരമായിട്ടുള്ള കാറ്റാണ് കേട്ടോ. കാറ്റടിച്ച് നമ്മുടെ ടെൻറ്റ് പറന്നു പോകുമോ, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും താഴെ എത്തുമോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. വെറുതെ ടെൻറ്റൊക്കെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. നാളെ അതിരാവിലെ ഇനിയിപ്പോൾ എണീക്കണം. പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അതിൻ്റെ കൂടെ തണുത്ത കാറ്റാണ്. ഈ പനി മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെ നോക്കാം നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത്. അഗ്നിപർവ്വതത്തെ യഥാർത്ഥമായിട്ട് കാണാൻ പോകുന്നത് ഇനി നാളെ രാവിലെ ആ ഒരു സൺറൈസോട് കൂടിയാണ് കേട്ടോ. അപ്പം ഉറങ്ങിപ്പോകാതെ എണീക്കണം നമുക്ക്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.